നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്ലാച്ചിമടയിലെ ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് സമരം നടത്തുന്നത് പ്ലാച്ചിമടയിലുള്ളവരല്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പ്രദേശവാസികൾക്ക് ഗുണം ലഭിക്കുന്ന വിധത്തിലാണ് കോള കമ്പനി സർക്കാരിന് ഭൂമി സൗജന്യമായി നൽകിയതെന്നും മന്ത്രി. വെറുതെ കിട്ടുന്ന സ്ഥലം വേണ്ടെന്ന് പറയാൻ കഴിയില്ല. സ്ഥലത്ത് മറ്റ് പദ്ധതികൾ നടപ്പാക്കി തൊഴിലവസരം സൃഷ്ടിക്കും. നഷ്ടപരിഹാരം സംബന്ധിച്ച കേസ് കോടതി പരിഗണനയിലാണെന്നും സർക്കാർ അതിനെ എതിർത്തിട്ടില്ലെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി. സേവന മേഖലകൾ സ്വകാര്യവത്കരിക്കുന്നത് വ്യാപക ദുരിതത്തിനിടയാക്കുമെന്ന് മന്ത്രി പി പ്രസാദ്. പാലക്കാട്ട് കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ AITUC ജില്ലാ സമ്മേളനം. വൈദ്യുതി മേഖലയിലെ കേന്ദ്ര പരിഷ്കാരങ്ങൾ കാർഷിക വ്യാവസായിക മേഖലകളെ തകർക്കുമെന്നും മന്ത്രി. തൃത്താല മണ്ഡലത്തിൽ ഭൂഗർഭ ജലവിതാനമുയർത്തുകയാണ് പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി MB രാജേഷ്. സുസ്ഥിര തൃത്താല പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭൂജല വകുപ്പ് പൂർത്തീകരിച്ച പദ്ധതികൾ നാടിനെ സമർപ്പിച്ചു. മണ്ഡലത്തെ തരിശുരഹിതവും മാലിന്യമുക്തവുമാക്കുന്നതിനൊപ്പം ടൂറിസം വികസനവും സുസ്ഥിര തൃത്താല പദ്ധതി ലക്ഷ്യമിടുന്നുണ്ടെന്ന് മന്ത്രി. ഭരണക്കാർ കോർപ്പറേറ്റ് ഏജന്റുമാരാകുമ്പോൾ വ്യാപാരികളാണ് ഏറ്റവുമേറെ ക്രൂശിക്കപ്പെടുന്നതെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. വ്യാപാരികൾക്ക് വോട്ട് ബാങ്കായി മാറാൻ കഴിയണം. വ്യാപാരികളെ ദ്രോഹിക്കുന്ന സർക്കാരിനെതിരെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മറുപടി നൽകും. കുളപ്പുള്ളിയിൽ KVVS ജില്ലാ തെരഞ്ഞെടുപ്പ് യോഗം. ബാബുക്കോട്ടയിൽ ജില്ലാ പ്രസിഡന്റായി തുടരും. ED നീക്കം രാഷ്ട്രീയ വേട്ടയെന്നാവർത്തിച്ച് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ്. സ്വത്ത് മരവിപ്പിച്ചതായി ഇതുവരെയും അറിയിപ്പ് ലഭിച്ചിട്ടില്ല. ഔദ്യോഗികമായി വിവരം ലഭിച്ചാൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും MM വർഗീസ്. അധ്യാപകരുടെ അവകാശങ്ങൾക്കായി ശബ്ദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ CPM അനുകൂല സംഘടനയായ KSTയെ പിരിച്ചുവിടണമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. ഇടത് സർക്കാർ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തകർത്തു. അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഒരുപോലെ ദ്രോഹിക്കുന്ന സർക്കാരാണിതെന്നും A തങ്കപ്പൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച പാലക്കാട് കളക്ടറേറ്റിലേക്ക് KPSTA നേതൃത്വത്തിൽ അധ്യാപകരുടെ മാർച്ചും ധർണയും. തൃശൂരിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. പിക്കപ്പിൽ കടത്തുകയായിരുന്ന 1750 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. പറവൂർ സ്വദേശികളായ 4 പേർ അറസ്റ്റിൽ. വാളയാറിൽ നിന്ന് എറണാകുളത്തേക്ക് കടത്തുകയായിരുന്ന സ്പിരിറ്റ് പിടിച്ചെടുത്തത് പട്ടിക്കാടിനടുത്ത് ദേശീയപാതയിൽ വച്ച്. ചെറുപ്പുളശ്ശേരിയിൽ ഈബിൾ ജെറ്റ് വ്ളോഗർമാരുടെ വാഹനം കാറുമായി കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. അപകടമുണ്ടായത് പെരിന്തൽമണ്ണ റൂട്ടിലെ ആലിക്കുളത്ത് രാവിലെ 10:30-ഓടെ. ദേശമംഗലം തലശ്ശേരിയിൽ നിയന്ത്രണം വിട്ട കാർ പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന 5ഓളം ഇരുചക്ര വാഹനങ്ങൾ ഇടിച്ചു തകർത്തു. ആനുകൂല്യ നിഷേധത്തിനെതിരെ ഷൊർണൂർ കൃഷിഭവന് മുന്നിൽ പാടശേഖര സമിതി ഭാരവാഹികളുടെ കുത്തിയിരിപ്പ് സമരം. കൃഷി ഫീൽഡ് ഓഫീസറുടെ നിരുത്തരവാദ നിലപാട് മൂലം ഉഴവുകൂലി 11 മാസം കഴിഞ്ഞിട്ടും ലഭിച്ചില്ലെന്ന് കർഷകർ. സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ വില 5 മാസം പിന്നിട്ടിട്ടും ലഭിക്കാത്തതുമൂലം വിളയിറക്കാൻ പണമില്ലാത്ത ഗതികേടില്ലെന്നും പരാതി. സമരം അവസാനിപ്പിച്ചത് 15 ദിവസത്തിനകം പ്രശ്നപരിഹാരത്തിന് നടപടിയുണ്ടാകുമെന്ന അധികാരികളുടെ ഉറപ്പിനെ തുടർന്ന്. വാർത്തകൾ വിശദമായി. പ്ലാച്ചിമടയിലെ ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം നടത്തുന്നത് പ്ലാച്ചിമടയിലുള്ളവരല്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പ്രദേശവാസികൾക്ക് ഗുണം ലഭിക്കുന്ന രീതിയിലാണ് കോള കമ്പനി സർക്കാരിന് ഭൂമി സൗജന്യമായി വിട്ടു നൽകിയത്. വെറുതെ കിട്ടുന്ന സ്ഥലം വേണ്ടെന്ന് പറയാൻ കഴിയില്ല. ഈ ഭൂമിയിൽ മറ്റ് പദ്ധതികൾ കൊണ്ടുവന്ന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. നഷ്ടപരിഹാരം സംബന്ധിച്ച കേസ് കോടതിയുടെ പരിഗണനയിലാണ്. സർക്കാർ അതിനെ എതിർത്തിട്ടില്ലെന്നും മന്ത്രി പാലക്കാട്ട് പറഞ്ഞു. അവിടെ സമരം ചെയ്യുന്നതൊന്നും അവിടുത്തെ കാര്യമല്ല. ഈ നഷ്ടപരിഹാരം കിട്ടുമെന്നൊരു ഇല്ല, അത് കോടതിയിൽ അതിനൊന്നും നമ്മൾ കോടതിയിൽ അതിനെതിരായിട്ടുള്ള കേസിലൊന്നും നമ്മൾ ഇടപെടില്ല. തീർച്ചയായും അത് അതിൻ്റെ പാട്ടിൽ വർഷങ്ങളായിട്ട് ആ ബില്ല് അത് അവിടെ അത് കോടതിയിൽ കിടക്കുന്ന കാര്യങ്ങളില്ല. അത് ഇടപെടാൻ ഈ സ്ഥലത്തിന്റെ ബാധ്യത അവർക്ക് തീരാണ് സർക്കാർ നൽകുകയാണല്ലോ. അപ്പോൾ പിന്നീട് അവർക്ക് നഷ്ടപരിഹാരത്തെ കുറിച്ച് അത് നഷ്ടപരിഹാരം ഇതുമായിട്ട് വന്നില്ല. ഒരു വലിയ കമ്പനിയാണ് ഇവിടെ മാത്രമല്ല. ഇപ്പം അവിടെ അടിയന്തരമായി നമ്മൾ എത്ര കൊല്ലമായി അവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുക്കട്ടെ. ഇതിനെ ബന്ധപ്പെട്ടവർക്ക് എഫക്ട് ചെയ്തവർക്ക് ഒരു ആനുകൂല്യം കിട്ടട്ടെ. അത് കിട്ടാനുള്ള ഒരു ഇതിനോട് എങ്ങനെയായിരിക്കും ആനുകൂല്യങ്ങൾ അവർക്ക് തൊഴിലവസരം ഉണ്ടാക്കി കൊടുക്കും. അവർക്ക് മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളിലാണ് ഉണ്ടാക്കിയാൽ അതിൻ്റെ ലാഭത്തിൽ ഇതുപോലെ കൊടുക്കുന്ന രീതിയിലുള്ള പ്ലാൻ. സർക്കാർ അവിടെ കേന്ദ്രങ്ങളായിട്ട് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ ചെറിയ അങ്ങനെയാണ് ഉദ്ദേശം. ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെ വരുന്നത് ഉദ്ദേശം അതാണ്. അവർക്ക് തൊഴിലവസരം ഉണ്ടായിട്ട് അഫക്ട് ചെയ്ത ആളുകളെ ചെയ്യാന്നുള്ളതാണ് പ്രധാനപ്പെട്ട.
സേവന മേഖലകളെ സ്വകാര്യവൽക്കരിക്കുന്നത് വ്യാപക ദുരിതത്തിനിടയാക്കുമെന്ന് മന്ത്രി പി പ്രസാദ്. കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ AITUC പാലക്കാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വൈദ്യുതി മേഖലയിലെ കേന്ദ്ര പരിഷ്കാരങ്ങൾ കാർഷിക വ്യാവസായിക മേഖലകളെ തകർക്കുമെന്നും പി പ്രസാദ് ചൂണ്ടിക്കാട്ടി. ആരോഗ്യം, വെള്ളം, വൈദ്യുതി, ഗതാഗതം എന്നിവ സേവന മേഖലയിൽ നിലനിൽക്കേണ്ടതാണ്. എല്ലാറ്റിനും പണമെന്ന ചിന്താഗതിയാണ് സേവന മേഖലകളെപ്പോലും സ്വകാര്യവൽക്കരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. റെയിൽവേ സ്വകാര്യവൽക്കരണ നീക്കത്തിൻ്റെ കെടുതികൾ അനുഭവമാണ്. എന്നിട്ടും സേവന മേഖലകളെ സ്വകാര്യവൽക്കരിക്കുന്നത് കുത്തകകളുടെ കീശ നിറയ്ക്കാനാണ്. വൈദ്യുതി മേഖലയിലെ പരിഷ്കാരങ്ങൾ കാർഷിക വ്യവസായ മേഖലകളെ പ്രതിസന്ധിയിലാക്കുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. വൈദ്യുതി ആക്ട് പോലും നമ്മുടെ അത്തരം നിയമങ്ങൾ വന്നു കഴിയുമ്പോൾ നാട്ടിലെ സാധാരണ ജനതയ്ക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവും. ഇത്തരം സമയം എന്തിനാണ് ഈ പൊതുമേഖലയൊക്കെ നിൽക്കുന്നത്? ഇതൊക്കെ പൊതുമേഖല നിൽക്കേണ്ട കാര്യമല്ല. കേവലം ലാഭനഷ്ടത്തിന്റെ കണക്ക് വെച്ച് മാത്രം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് ഇതെന്ന് എത്തുമ്പോൾ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും മുഖം അവിടെ നിന്ന് നോക്കും. ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും തോത് വെച്ച് മാത്രം നമ്മൾ സേവന മേഖലയെ അളക്കാൻ പോയാൽ സേവനം എന്നതായിരിക്കും ഇല്ലാണ്ടാവുക. പ്രസിഡന്റ് മണി കുളങ്ങര അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ V കൃഷ്ണദാസ്, രമേശ്, AM ഷിറാസ്, KR മോഹൻദാസ്, KM ജോയ്, ശശികുമാർ, മോഹനൻ, MC അനന്തൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃത്താല മണ്ഡലത്തിൽ ഭൂഗർഭ ജലവിതാനം ഉയർത്തുകയാണ് പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി MB രാജേഷ്. മണ്ഡലത്തെ തരിശുരഹിതവും മാലിന്യമുക്തവുമാക്കുന്നതോടൊപ്പം ടൂറിസം വികസനമടക്കമുള്ള സമഗ്ര വികസനമാണ് സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. സുസ്ഥിര തൃത്താല പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭൂജല വകുപ്പ് പൂർത്തീകരിച്ച പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ മുഴുവൻ ഒരു തൃത്താല മോഡൽ നമുക്ക് നടപ്പാക്കാൻ പറ്റും. നേരത്തെ അത്തരത്തിലുള്ള ചില മാരാരിക്കുളം വികസന മാതൃകയുണ്ട്, കല്യാശ്ശേരി മോഡലുണ്ട്. അതുപോലെ ഒരു തൃത്താല മോഡൽ നമുക്ക് നടപ്പാക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ട് വലിയ മുന്നൊരുക്കം, ഗൃഹപാഠം ഒക്കെ നടത്തിയിട്ട് എത്ര മീറ്റിംഗ് കൂടി എന്ന് വെച്ചാൽ കണക്കില്ല. ആദ്യമൊക്കെ മീറ്റിംഗ് കൂടുമ്പോൾ ചിലർ അടക്കം പറയുന്നത് ഞാൻ മീറ്റിംഗ് തന്നെ മീറ്റിംഗ്, ചർച്ച പലതും നടക്കും എന്നൊക്കെ പലരും അടക്കം പറഞ്ഞിട്ടുണ്ട്. ദീർഘവീക്ഷണത്തോടെയാണ് സുസ്ഥിര തൃത്താല പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിക്ക് ജനപങ്കാളിത്തം ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റജീന അധ്യക്ഷയായി. ജനപ്രതിനിധികളായ T സുഹറ, PK ജയ, ഷറഫുദ്ദീൻ കളത്തിൽ, AV സന്ധ്യ, PR കുഞ്ഞുണ്ണി, VP ഷാനിബ ടീച്ചർ, K ഇന്ദിര തുടങ്ങിയവർ സംസാരിച്ചു. KB മുരളീധരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡോക്ടർ K പുരുഷോത്തം സ്വാഗതവും M അരുൺ നന്ദിയും പറഞ്ഞു. വിവിധ വിഷയങ്ങളിൽ വിഷയാവതരണവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ED നീക്കം രാഷ്ട്രീയ വേട്ടയെന്ന് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ്. ഇതുവരെയും സ്വത്തുക്കൾ മരവിപ്പിച്ചതായി അറിയിപ്പ് ലഭിച്ചിട്ടില്ല. ഔദ്യോഗികമായി വിവരം ലഭിച്ചാൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകും. കേന്ദ്ര അന്വേഷണ ഏജൻസികളെയാകെ തങ്ങൾക്കെതിരെ ഉപയോഗിക്കുകയാണെന്നും MM വർഗീസ് തൃശൂരിൽ പറഞ്ഞു. നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു വാർത്തയുണ്ട് എന്നല്ലാതെ വേറൊന്നും അറിയില്ല. നമുക്കറിയില്ല, നമുക്കൊരു വിവരം കിട്ടിയിട്ടില്ല. CPIM പ്രതി, പിന്നെ ഒപ്പ് മരവിക്കുന്നത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അത് മരവിപ്പിക്കാൻ പോകുന്നു, ശുപാർശ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേ വാർത്തകൾ വരുന്നു, കാണുന്നു എന്നല്ലാതെ അതിനപ്പുറത്ത് അതിനെക്കുറിച്ചൊന്നും പറയാനും കഴിയില്ല. നമുക്ക് വിവരമില്ലാത്തൊരു കാര്യം. വേട്ട ഇതിപ്പോൾ എന്താണെന്ന് അറിയട്ടെ, വേട്ടയാണല്ലോ, അതിലെന്താ തർക്കം? അതിപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ അനുഭവം അതല്ലേ. അപ്പം അതെന്താണെന്ന് അറിയില്ല, എന്താ സംഭവം എന്ന് അറിയട്ടെ. തൃശൂരിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. പിക്കപ്പിൽ കടത്തുകയായിരുന്ന 1750 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. സംഭവത്തിൽ പറവൂർ സ്വദേശികളായ 4 പേരെ അറസ്റ്റ് ചെയ്തു. തൃശൂർ പട്ടിക്കാടിനടുത്ത് ദേശീയപാതയിൽ വെച്ചാണ് സ്പിരിറ്റ് പിടികൂടിയത്. പിക്കപ്പിൽ കടത്തുകയായിരുന്ന 1750 ലിറ്റർ സ്പിരിറ്റാണ് എക്സൈസ് പിടിച്ചെടുത്തത്. സംഭവത്തിൽ പറവൂർ സ്വദേശികളായ രാജേഷ്, യേശുദാസ്, പ്രദീപ്, ബിജു എന്നിവരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. വാളയാറിൽ നിന്ന് എറണാകുളത്തേക്ക് കടത്തുകയായിരുന്ന സ്പിരിറ്റാണ് പിടികൂടിയിട്ടുള്ളത്. എക്സൈസ് കമ്മീഷണറുടെ മധ്യമേഖലാ സ്ക്വാഡും തൃശൂർ എക്സൈസ് റേഞ്ചും ചേർന്നാണ് സ്പിരിറ്റ് പിടിച്ചെടുത്തത്.
2 വാഹനങ്ങളും പിടികൂടിയിട്ടുണ്ട്. ഒരു വാഹനത്തിൽ സ്പിരിറ്റും മറ്റൊരു വാഹനത്തിൽ സ്പിരിറ്റ് വാഹനത്തിന് പൈലറ്റായി വന്നവരുമാണ് ഉണ്ടായിരുന്നത്. 47 കന്നാസുകളിലായാണ് സ്പിരിറ്റ് കടത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഭരണക്കാർ കോർപ്പറേറ്റ് ഏജന്റുമാരാകുമ്പോൾ വ്യാപാരികളാണ് ഏറ്റവുമേറെ ക്രൂശിക്കപ്പെടുന്നതെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. കുളപ്പുള്ളിയിൽ KVVES പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യാപാരികൾക്ക് വോട്ട് ബാങ്കായി മാറാനായാൽ മാത്രമേ ഇപ്പോൾ നേരിടുന്ന അവഗണന അവസാനിപ്പിക്കാനാകൂ എന്നും രാജു അപ്സര പറഞ്ഞു. ബാബുക്കോട്ടയിൽ പ്രസിഡന്റായി തുടരും. കേരളത്തിൽ വ്യാപാരികൾ ഇന്ന് കടുത്ത പ്രതിസന്ധിയിലാണെന്ന് രാജു അപ്സര പറഞ്ഞു. മാറി മാറി വരുന്ന സർക്കാരുകളും ഉദ്യോഗസ്ഥരും ഏറ്റവുമേറെ ക്രൂശിക്കുന്നത് വ്യാപാരികളെയാണ്. കോർപ്പറേറ്റ് താൽപ്പര്യങ്ങളാണ് ഭരണക്കാർക്ക് പ്രധാനം. വ്യാപാരികൾ വോട്ട് ബാങ്കായി മാറിയാൽ ഈ അവഗണന അവസാനിപ്പിക്കാനാകും. വ്യാപാരി സമൂഹം ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യമാണിതെന്നും രാജു അപ്സര പറഞ്ഞു. വ്യാപാരികളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് നേരെ മുഖം തിരിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ധാർഷ്ട്യത്തിനെതിരെ വരുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വ്യാപാരികൾ മറുപടി നൽകുമെന്നും രാജു അപ്സര കൂട്ടിച്ചേർത്തു. നമ്മുടെ സംഘടന ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. വ്യാപാരി വലിയ പ്രതിസന്ധിയിലാണ്. ഏത് ഗവൺമെന്റ് വന്നാലും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് നമ്മളെയാണ്. നമ്മളോട് യാതൊരു വിധമായ താല്പര്യപൂർവ്വ സമീപനം ഗവൺമെന്റ് എടുക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക് താല്പര്യമുണ്ടായിട്ട് കാര്യമില്ല, വകുപ്പ് മന്ത്രിക്ക് താല്പര്യമില്ല, വകുപ്പ് മന്ത്രിക്ക് താല്പര്യമുണ്ടായിട്ട് കാര്യമില്ല, ഉദ്യോഗസ്ഥന്മാർക്ക് താല്പര്യമില്ല. എല്ലാവരും വ്യാപാരികളെ ക്രൂശിക്കുന്നു. പലരും എനിക്ക് മനസ്സിലായിടത്തോളം കോർപ്പറേറ്റിൻ്റെ ഏജന്റുമാരായിട്ടാണ് പലരും പ്രവർത്തിക്കുന്നത്. നമുക്ക് വേണ്ടി സംസാരിക്കാൻ നിയമസഭയിൽ ആളില്ല. ഒരുപക്ഷെ ബാബുക്കോട്ടയിൽ പാലക്കാട് നിന്ന് MLA ആയിട്ട് വന്ന ഒരു പരിധിവരെ പ്രശ്നങ്ങൾ നിങ്ങൾ ഒത്തൊരുമിച്ച് ശ്രമിച്ചാൽ നടക്കുന്നത്. നിങ്ങൾ ഒത്തൊരുമിച്ച് ശ്രമിച്ചാൽ അല്ലാതെ നമ്മുടെ പ്രശ്നങ്ങൾ പാലക്കാട് ജില്ലയായാലും കേരളത്തിലായാലും പരിഹാരം ഉണ്ടാക്കാൻ വലിയ പ്രയാസമാണ്. കാരണം നമ്മൾ രാഷ്ട്രീയക്കാരുടെ ചെന്ന് പറയുമ്പോൾ അവർക്ക് വലിയ ഗർവമാണ്. അവർ നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നില്ല. നമ്മളെ മുതലാളിമാരായിട്ടാണ് കാണുന്നത്. നമ്മളെ തള്ളിപ്പറയുമ്പോൾ കയ്യടി കിട്ടുമെന്നൊരു അന്ധമായ ധാരണയാണ് അവർക്കുള്ളത്. അതിന് പരിഹാരം ഇതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളൊരു വോട്ട് ബാങ്കായി മാറണം. അത് വളരെ ഗൗരവമായി എടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾ നിയമസഭയിലൂടെയും അതോടൊപ്പം ജനപ്രതിനിധി സഭകളിലൂടെയും ഗവൺമെന്റിൽ എത്തിക്കാൻ പറ്റൂ. അതിനുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങൾ തുടങ്ങി വെക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ. ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് 2024 മുതൽ 2026 വരെയുള്ള പാലക്കാട് ജില്ലാ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. ദേവസ്യ മേച്ചേരി വരണാധികാരിയായിരുന്നു. ബാബു കോട്ടയിലിനെ വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. ജനറൽ സെക്രട്ടറിയായി KA ഹമീദിനെയും ട്രഷററായി KK ഹരിദാസിനെയും തിരഞ്ഞെടുത്തു. സംസ്ഥാന ഭാരവാഹികളായ കുഞ്ഞാവു ഹാജി, S ദേവരാജൻ, തോമസ് കുട്ടി, PC ജേക്കബ്, AJ ഷാജഹാൻ, KV അബ്ദുൽ ഹമീദ്, K അഹമ്മദ് ഷെറീഫ്, സണ്ണി പെമ്പിളിൽ, ബാബു ഹാജി, VM ലത്തീഫ്, സബിൽ രാജ്, AJ റിയാസ്, സലീം രാമനാട്ടുകര, സുബൈദ നാസർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഇ-ബുൾജെറ്റ് വ്ളോഗർമാരുടെ വാഹനം കാറുമായി കൂട്ടിയിടിച്ച് അപകടം. 3 പേർക്ക് പരിക്കേറ്റു. ചെറുപ്പുളശ്ശേരി ആലിക്കുളത്ത് വെച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 10:30യോടെയായിരുന്നു അപകടം. ചെറുപ്പുളശ്ശേരി പെരിന്തൽമണ്ണ റൂട്ടിൽ ആലിക്കുളത്ത് വെച്ചാണ് അപകടമുണ്ടായത്. എതിർദിശയിൽ വന്ന കാറുമായി ഇ-ബുൾജെറ്റ് സഹോദരങ്ങളായ എബിന്റെയും ലിബിന്റെയും കാർ കൂട്ടിയിടിക്കുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന ആളുകൾ ഉറങ്ങിപ്പോയതാകാം അപകടകാരണമെന്നാണ് പോലീസ് നിഗമനം. ടാറ്റ സഫാരി കാറിലാണ് ഇവർ യാത്ര ചെയ്തിരുന്നത്. എതിർദിശയിൽ വന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. വാഹനങ്ങൾ അമർത്തി ബ്രേക്ക് ചെയ്തതിൻ്റെ പാടുകൾ റോഡിൽ കാണാം. പരിക്കേറ്റവരെ ആദ്യം ചെർപ്പളശ്ശേരിയിലെ കോപ്പറേറ്റീവ് ആശുപത്രിയിലും പിന്നീട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വ്ളോഗർമാർ ഉൾപ്പെടെ 3 പുരുഷന്മാരും 2 സ്ത്രീകളും ഒരു കുട്ടിയുമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ആനുകൂല്യ നിഷേധത്തിനെതിരെ ഷൊർണൂർ കൃഷിഭവന് മുന്നിൽ പാടശേഖര സമിതി ഭാരവാഹികളുടെ കുത്തിയിരിപ്പ് സമരം. കൃഷി ഫീൽഡ് ഓഫീസറുടെ നിരുത്തരവാദ സമീപനം മൂലം ഉഴവുകൂലി ലഭിക്കാത്തതിലും സംഭരിച്ച നെല്ലിന്റെ വില നൽകാൻ സപ്ലൈകോ തയ്യാറാകാത്തതിലും പ്രതിഷേധിച്ചാണ് സമരമെന്ന് കാരക്കാട് പാടശേഖര സമിതി പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ, സെക്രട്ടറി C ബിജു എന്നിവർ പറഞ്ഞു. ഷൊർണൂർ നഗരസഭാ പ്രദേശത്തെ 15 പാടശേഖരങ്ങളിലുള്ള 650 കർഷകർക്ക് കഴിഞ്ഞ 2ാം വിള ഉഴവുകൂലി 11 മാസം കഴിഞ്ഞിട്ടും ലഭിച്ചിട്ടില്ല. നടിയിൽ കഴിഞ്ഞ് 1 മാസത്തിനകം ലഭിക്കേണ്ട ആനുകൂല്യമാണിത്.
കൃഷി ഫീൽഡ് ഓഫീസറുടെ നിരുത്തരവാദ സമീപനം മൂലം പദ്ധതി സ്പിൽ ഓവറായി. സമരമല്ലാതെ മറ്റ് മാർഗമില്ലെന്നും അധികാരികൾക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കൃഷിഭവന് മുന്നിൽ കുത്തിയിരിക്കാൻ തീരുമാനിച്ചതെന്നും പാടശേഖര സമിതി പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ, സെക്രട്ടറി സി ബിജു എന്നിവർ പറഞ്ഞു. ഷൊർണൂർ നഗരസഭ കൃഷിഭവന് കീഴിലുള്ള കാരക്കാട് പാടശേഖരത്തിൽ ഉൾപ്പെട്ട 135 ഏക്കർ നെൽകൃഷി ചെയ്ത, അതുപോലെ തന്നെ നഗരസഭ പ്രദേശത്തെ 15 പാടശേഖരത്തിൽ ഉൾപ്പെട്ട 650 കർഷകരുടെയും കഴിഞ്ഞ 2023-24 വർഷത്തെ രണ്ടാമത് നെൽകൃഷി ചെയ്തിട്ട് ഉഴവുകൂലി സാധാരണഗതിയിൽ ഞാറ് നട്ട് 1 മാസം പേരിൻ്റെ പൈസ 11 മാസമായിട്ട് ഞങ്ങളുടെ അക്കൗണ്ട് വരെ വന്നിട്ടില്ല. അപേക്ഷ മാനുവൽ മാറ്റിയിട്ട് ഓൺലൈനിൽ ചെയ്തതാണ്. അത്രയും ദ്രുതഗതി നടത്തേണ്ട പ്രവർത്തനമാണ് കൃഷി ഫീൽഡ് ഓഫീസറുടെ ഉത്തരവാദിത്തമില്ലായ്മ കാരണം കർഷകർ കിട്ടാതെ. കർഷകർ വളരെയധികം കടക്കടിയിലാണ്. അതുപോലെ തന്നെ കൃഷി വകുപ്പ് നീട്ടുന്ന STR എന്ന ഫണ്ട് അതും ഇതുവരെ കിട്ടിയിട്ടില്ല. കർഷകർക്ക് ഓരോ സാങ്കേതികത്വം പറഞ്ഞ് നീട്ടുന്നിടുകയാണ്. 6 മാസമായി കൊയ്ത്ത് കഴിഞ്ഞിട്ട്. സപ്ലൈകോ നെല്ല് സംഭരിച്ച വകയിൽ ലഭിക്കേണ്ട തുകയും കർഷകർക്ക് ലഭിച്ചിട്ടില്ല. നെല്ല് 6 മാസം മുമ്പ് സംഭരിച്ചതാണ്. വലിയ കടക്കണിയിലാണ് പ്രദേശത്തെ കർഷകർ. പണം കിട്ടാതെ കൃഷി ഇറക്കാൻ കഴിയില്ല. സംഭരണ വില നൽകുന്നില്ലെങ്കിൽ സപ്ലൈകോ നെല്ല് തിരിച്ചു നൽകാൻ തയ്യാറാകണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. കാരണം കർഷകർക്ക് അത്രയും ബുദ്ധിമുട്ടാണ്. 1 രൂപ 11 മാസമായിട്ട് ഞങ്ങൾക്ക് കൃഷി പോകുന്ന അനുകൂലമായിട്ട് കിട്ടിയിട്ടില്ല. നെല്ല് കൊണ്ടുപോയിട്ട് 6 മാസമായി. ഞങ്ങളുടെ കൊണ്ടുപോയ നെല്ല് തിരിച്ചു തന്നാൽ മതി. കാരണം ഇത് കൊടുത്തിട്ട് അതിൻ്റെ കയറ്റുകാശും ചുമട്ടുകാശും മറ്റേ ചാക്ക് നിറച്ച പൈസയൊക്കെ ഞങ്ങൾ കൊടുത്താണ്. ഇതൊക്കെ ചെയ്തിട്ട് ഞങ്ങളുടെ നെല്ല് കൊണ്ടുപോയിട്ട് ടൺ കണക്കിന് നെല്ല് കൊണ്ടുപോയതാണ്. അതിൻ്റെ ആ നെല്ല് തിരിച്ചു തന്നാൽ മതി. കാരണം അത് വിറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ കൃഷി ഇപ്പോൾ ഒന്നാമത് ചെയ്യാൻ പറ്റാത്ത കാശില്ലാതെ ബുദ്ധിമുട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കൃഷി ഓഫീസർമാരുടെ ഉത്തരവാദിത്തമില്ലാതെ ഇത് മന്ത്രിക്കും കളക്ടർക്കും എല്ലാവർക്കും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെ യാതൊരു ആക്ഷൻ ഉണ്ടായിട്ടില്ല. സമരത്തെ തുടർന്ന് ഒറ്റപ്പാലം അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി കർഷകരുമായി ചർച്ച നടത്തി. 15 ദിവസത്തിനകം SDR ഫണ്ടും നെല്ല് സംഭരണ തുകയും ലഭ്യമാക്കുമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പാടശേഖര സമിതി ഭാരവാഹികൾ സമരം അവസാനിപ്പിച്ചത്. അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടർ വ്യാസൻ, ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, കൗൺസിലർ TK ബഷീർ, അശോകൻ കല്ലിപ്പാടം എന്നിവരും പാടശേഖര സമിതി ഭാരവാഹികളുമായി നടത്തിയ ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. രാജ്യത്ത് രാഷ്ട്രീയ ഭരണകൂടങ്ങളുടെ പിടിവാശി ന്യൂനപക്ഷ ക്ഷേമത്തിന് പലപ്പോഴും തടസ്സമാകുന്നുണ്ടെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പാലക്കാട്ട് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സംഘടിപ്പിച്ച ജില്ലാ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ പിന്നോക്ക വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന 190ഓളം പ്രദേശങ്ങളിൽ ഇന്നും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനായിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. ന്യൂനപക്ഷങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് മത സാമൂഹ്യ ചിന്തകളും രാജ്യത്തെ ഭരണകൂട സംവിധാനങ്ങളും തടസ്സമാകുന്നുണ്ടെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ചൂണ്ടിക്കാട്ടി. ലോകത്ത് വിദ്യാഭ്യാസം ലഭിക്കാത്ത 30% പേർ ഇന്ത്യയിലാണ്. കേരളത്തിൽ പിന്നോക്ക വിഭാഗക്കാർ താമസിക്കുന്ന 190-ലധികം ഇടങ്ങളിൽ അടിസ്ഥാന സൗകര്യം എത്തിക്കാനായിട്ടില്ല. അവകാശങ്ങൾ അനുവദിക്കുന്നതിലും അനീതി തുടരുകയാണ്. സ്ഥലനാമങ്ങൾ മാറ്റിയും വർഗീയ ലഹളകൾ സൃഷ്ടിച്ചും പിന്നോക്ക വിഭാഗങ്ങളെ കൊള്ളയടിക്കുന്നു. മണിപ്പൂർ കലാപം ഇതിന് ഉദാഹരണമാണെന്നും മന്ത്രി പറഞ്ഞു. വിഭാഗം എന്ന് പറഞ്ഞപ്പോൾ അത് നമുക്ക് വേണ്ട എന്നാണ് നമ്മുടെ ബന്ധപ്പെട്ടവർ പറയുന്നത്. ഞങ്ങൾ പറഞ്ഞു ആദ്യം അവർക്ക് കൊടുത്തിട്ടേ നമുക്ക് അവകാശമുള്ളൂ, അവർക്ക് കൊടുക്കണം എന്നുള്ളത് തീരുമാനമായി. 190 മറ്റു സാമ്പത്തികമായി കഴിവുള്ളവർക്ക് കൊടുക്കാനൊക്കെ ശക്തിയുണ്ട്. അപ്പം അത് ഈ ദുഃഖം അനുഭവിക്കുന്നവരും എല്ലാവരെയും കൂട്ടിച്ചേർക്കണ്ടേ. അതാണ് ഈ ഞാൻ പറഞ്ഞ പോലെ 30% കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത കുട്ടികൾ ലോകത്തിലെ ജനസംഖ്യയിൽ 30% ഇവിടെയാണ്, ഇന്ത്യയിലാണ്. അതിൽ ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്. അതിൻ്റെ ഒരു യോജിപ്പ് പൊക്കിയെടുത്താൽ തീർച്ചയായും ഈ വർഗീയത നമുക്ക് ഇല്ലാതെ എടുക്കുക. അതാണ് മണ്ഡൽ കമ്മീഷൻ വന്നപ്പോൾ വർഗീയതയ്ക്ക് ഒരു ശമനം വന്നു, അല്ലേ? സെമിനാറിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 600 പ്രതിനിധികൾ പങ്കെടുത്തു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് A റഷീദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്ര മുഖ്യാതിഥിയായിരുന്നു. കമ്മീഷൻ അംഗങ്ങളായ P റോസ, A സൈഫുദ്ദീൻ ഹാജി, സംഘാടക സമിതി ചെയർമാൻ ബേബി മാത്യു, ജനറൽ കൺവീനർ M സുലൈമാൻ തുടങ്ങിയവർ സംസാരിച്ചു. ലഭ്യമായ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് ന്യൂനപക്ഷങ്ങളെ ബോധവൽക്കരിക്കുക എന്നതായിരുന്നു സെമിനാറിൻ്റെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശമംഗലത്ത് നിയന്ത്രണം വിട്ട കാറിടിച്ച് റോഡിനു സമീപം നിർത്തിയിട്ടിരുന്ന 5ഓളം ബൈക്ക് തകർന്നു. 2 പേർക്ക് പരിക്ക്. ദേശമംഗലം പഞ്ചായത്തിലെ തലശ്ശേരി സെൻട്രൽ തൃശൂർ ഭാഗത്തു നിന്നും വന്ന വാഹനം ഗുരുവായൂർ റോഡിലേക്ക് തിരിയുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. ഡ്രൈവിംഗ് പരിശീലനം നൽകി വരുന്ന കാറാണ് ഇടിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. നിയന്ത്രണം തെറ്റിയ കാർ 5ഓളം ഇരുചക്ര വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിക്കുകയും ചെയ്തു. സമീപത്ത് നിന്നിരുന്ന പുതുക്കാട്
പാലപ്പിള്ളി പുളിക്കൽ വീട്ടിൽ 57-കാരൻ സിദ്ദിഖിന്റെ കാലിൽ ബൈക്ക് വീണതിനെ തുടർന്ന് കാലിന് പരിക്കേറ്റു. സമീപത്ത് നിന്നിരുന്ന വേറൊരാൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അധ്യാപകരുടെ അവകാശങ്ങൾക്കായി ശബ്ദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ CPM അനുകൂല സംഘടനയായ KSTയെ പിരിച്ചുവിടണമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KPSTA നടത്തിയ പാലക്കാട് കളക്ടറേറ്റ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു A. തങ്കപ്പൻ. അധ്യാപകരുടെ ജോലി സുരക്ഷിതത്വവും വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യവും ഇല്ലാതാക്കിയ സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് A. തങ്കപ്പൻ കുറ്റപ്പെടുത്തി. ആനുകൂല്യങ്ങളുടെ കടക്കൽ സർക്കാർ കത്തിവെച്ചു. കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിന് പോലും ഫണ്ട് അനുവദിക്കുന്നില്ല. പാഠപുസ്തകവും യൂണിഫോമും സ്കൂൾ തുറന്ന് 1 മാസം കഴിഞ്ഞിട്ടും കിട്ടാത്ത സ്ഥിതിയാണ്. എങ്ങനെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കാമെന്ന ഗവേഷണമാണ് ഇടതു സർക്കാർ നടത്തുന്നതെന്നും A. തങ്കപ്പൻ കുറ്റപ്പെടുത്തി. KSTA കൊടുവായൂര് അന്തസ്സുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾക്ക് ഒരു രാഷ്ട്രീയ പ്രേരിതമായ സമരമല്ല, എല്ലാ അധ്യാപകർക്കും ബാധിക്കുന്ന ഒരു സമരമാണിത്. ഇത് KPSCക്കാർക്ക് മാത്രമല്ല, എല്ലാവർക്കും ബാധിക്കുന്ന സമരത്തിൽ നിന്ന് KSTA വിട്ടു നിന്നാൽ ആ സംഘടന പിരിച്ചുവിട്ട് വേറെ വല്ല പണിക്ക് പോകുന്നതാണ് ആ സംഘടനയ്ക്ക് ഉദ്യോഗം. കാരണം നമ്മൾ നിൽക്കുന്ന ഏത് മേഖലയാണെങ്കിലും ആ മേഖലയിലെ ആ ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് പോരാടുക എന്നുള്ളതാണ് സംഘടന കർത്തവ്യം. ഇത് നിങ്ങൾ തന്നെ ഇതിനു മുമ്പ് ഐക്യജനാധിപത്യ മുന്നണിയുടെ AK ആന്റണി ഭരിക്കുമ്പോൾ ഇതേ മുന്നിൽ സമരം ചെയ്തപ്പോ ആ ആർജവം അന്തസ്സുണ്ടെങ്കിൽ CPMന്റെ സംഘടന കാണിക്കണം. അവർ കാണിക്കില്ല. പക്ഷെ ഒന്നുണ്ട്, അവർ കാണിക്കേണ്ട ആ നേതാക്കന്മാരെ ഉണ്ടാവുള്ളൂ. അതിന്റെ അണികൾ മുഴുവൻ മാറിയെന്ന് പറയുന്നില്ലേ? ഒരു കൊടുവായൂര് മാത്രമല്ല, ധാരാളം സ്കൂളുകളിൽ നിന്ന് അധ്യാപകർ മൗനമായിട്ട് നിങ്ങൾക്കുള്ള പിന്തുണയുണ്ട്. KPSTA ജില്ലാ പ്രസിഡന്റ് ഷാജി S. തെക്കേതിൽ അധ്യക്ഷത വഹിച്ചു. KPCC അംഗം P. ഹരിഗോവിന്ദൻ, KPSTA സംസ്ഥാന കമ്മിറ്റി അംഗം B. സുനിൽകുമാർ, രമേഷ് പാലപ്പുറം, ബീരാൻ, സുമേഷ്, രാജേഷ്, ശ്രീജേഷ്, ജെയിംസ്, രാജലക്ഷ്മി, ഹരിനാരായണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ CITU പട്ടാമ്പി മുനിസിപ്പൽ സമ്മേളനം നടന്നു. CITU പട്ടാമ്പി ഡിവിഷൻ സെക്രട്ടറി AV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. രാജൻ സ്മാരകത്തിലായിരുന്നു മുനിസിപ്പൽ സമ്മേളനം. രാവിലെ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തിയതോടെ മുനിസിപ്പൽ സമ്മേളനത്തിന് തുടക്കം കുറിച്ചു. CITU പട്ടാമ്പി ഡിവിഷൻ പ്രസിഡന്റ് AV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. അവർക്ക് അവർ അഡ്രസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഈ തൊഴിൽ മേഖല ശരിയായ രൂപത്തിൽ മുന്നോട്ട് പോകുന്നത് ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വളരെ വ്യക്തമായ നിലപാട് സ്വീകരിച്ച് തൊഴിൽ മേഖലയിൽ തൊഴിലാളികൾ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ ഡിമാൻഡ് ആക്ട് വെച്ചുകൊണ്ട് ആവശ്യമാണെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങൾക്കും സമരങ്ങൾക്കും നേതൃത്വം കൊടുത്തത്. അജയ്കുമാർ, MR ജയശങ്കർ, ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ CITU മുനിസിപ്പൽ കമ്മിറ്റി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂരിൽ ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ മുനിസിപ്പൽ സമ്മേളനം നടന്നു. CITU പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ മറികടക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള ധാരണയിലാണ് മുന്നോട്ട് പോയത്. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ആ മുന്നോട്ട് പോയതിനെല്ലാം വളരെ ശക്തമായ തിരിച്ചടിയാണ് ഇന്ന് രാജ്യത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. BJP കഴിഞ്ഞ 2 ഗവൺമെന്റ് രൂപീകരിക്കുമ്പോഴും അവർക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഗവൺമെന്റ് ആണെങ്കിൽ വളരെ മൃഗീയമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് BJPക്ക് ഭൂരിപക്ഷമില്ല. അവർ മുന്നണി എന്നുള്ള നിലയ്ക്ക് ഭരണം നടത്താനുള്ള ഭൂരിപക്ഷം മാത്രമാണ് ഇന്ന് ഈ ഗവൺമെന്റിന് കിട്ടിയിട്ടുള്ളത്. സമ്മേളനത്തിൽ M. സന്തോഷ് അധ്യക്ഷത വഹിച്ചു. C. ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. യൂണിയൻ ഒറ്റപ്പാലം ഡിവിഷൻ പ്രസിഡന്റ് ജോൺസൺ ജേക്കബ്, സെക്രട്ടറി PA രാമൻകുട്ടി, ഡിവിഷൻ കമ്മിറ്റി അംഗങ്ങളായ ശ്രീജിത്ത്, K. പ്രകാശൻ, VK അഭിലാഷ് എന്നിവർ പ്രസംഗിച്ചു. ഷൊർണൂർ തൃശൂർ PWD റോഡിൻ്റെയും നഗരസഭാ പരിധിയിലെ മുഴുവൻ റോഡുകളുടെയും ശോച്യാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ഭാരവാഹികളായി ND ദിൻഷാദ് പ്രസിഡന്റ്, C. ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി, M. സന്തോഷ് ട്രഷറർ, K. പ്രകാശൻ, K. നാരായണദാസ് വൈസ് പ്രസിഡന്റുമാർ, VK അഭിലാഷ്, KP ശിവൻ ജോയിന്റ് സെക്രട്ടറി തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. KP അഭിലാഷ് നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ടിലായി പള്ളം ദേശമംഗലം കനാൽ റോഡ്. രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ കനാലിലേക്ക് മറിയുന്നതും പതിവ് കാഴ്ചയാണ്.
ദേശമംഗലത്തേക്ക് എളുപ്പത്തിലെത്താൻ സാധിക്കുന്നതിനാലാണ് നിരവധി പേർ ഈ റോഡിനെ ആശ്രയിക്കുന്നത്. ജനങ്ങളുടെ ദുരിതം കണ്ടിട്ടും അധികൃതർ ഇപ്പോഴും മൗനത്തിലാണ്. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള റോഡാണ്. കനാലും റോഡും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത്. രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ കനാലിലേക്ക് വീഴുന്നതും പതിവ് കാഴ്ചയാണ്. മംഗലം കനാൽ റോഡാണ് ഇത്. ഒരുപാട് വർഷമായി, ഇതിപ്പോൾ 2-3 വർഷമായി ഇതേ രീതിയിൽ മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ അവസ്ഥയാണ്. ഇതിലൂടെ പ്രായ ആൾക്കാർ പോകുന്നുണ്ട്, അതുപോലെ സ്കൂൾ കുട്ടികൾ പോകുന്നുണ്ട്. ഇതിപ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. യാത്രക്കാർക്ക് സഞ്ചരിക്കാനാണെങ്കിലും നടക്കാനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. വാഹനങ്ങൾ പോകുന്ന ഇറിഗേഷന്റെ കനാലും മാലിന്യങ്ങൾ കൊണ്ട് വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് കിടക്കുന്നത്. ഇത് ശുദ്ധീകരിക്കാനോ റോഡിന് സമീപത്തുള്ള കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശം വെട്ടിമാറ്റി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനോ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഇരുചക്ര വാഹനത്തിൽ സ്ത്രീകളടക്കം നിരവധി പേരാണ് റോഡിലെ കുഴിയിൽ വീഴുന്നത്. ദേശമംഗലം കനാൽ റോഡാണ് ഈ നമ്മുടെ ഇപ്പോൾ ഇവർ പറഞ്ഞ് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഒരുപാട് ബസ് റൂട്ടൊക്കെ ഉള്ള സ്ഥലമാണ്. അതുപോലെ ദേശമംഗലം പറ്റുവട്ടൂർ വണ്ടികളൊക്കെ പോണ റോഡുകളാണ്. വളരെ ശോചനീയാവസ്ഥയാണ് ഇവിടുത്തെ. റോഡും പൊളിഞ്ഞിട്ടും അതുപോലെ ഇവിടെ പാലം കൈവരില്ല. ഭയങ്കര അപകടാവസ്ഥയാണ്. ഭയങ്കര റോഡിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ഫോട്ടോ കണ്ടാൽ അറിയാം. പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. ഷൊർണൂർ കൊച്ചി പാലം മുതൽ കുളപ്പുള്ളി വരെയുള്ള റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് SDPI ആവശ്യമുന്നയിച്ച് SDPI ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചു. അനാസ്ഥ തുടർന്നാൽ സമരം ശക്തമാക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. തകർച്ചയിലായ പാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും അധികാരികൾ പുലർത്തുന്ന നിസ്സംഗതയിൽ പ്രതിഷേധിച്ചാണ് SDPI ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രത്യക്ഷ സമരപരിപാടികൾ ആരംഭിച്ചത്. 4 വർഷം മുമ്പ് തുടക്കം കുറിച്ച റോഡ് നവീകരണം ഇനിയും പൂർത്തിയാക്കാൻ കഴിയാത്തത് ഭരണക്കാരുടെ കഴിവുകേട് കൊണ്ടാണെന്ന് SDPI നേതാക്കൾ ആരോപിച്ചു. ആംബുലൻസുകൾ ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങളാണ് നിത്യേന ഇതിലെ കടന്നുപോകുന്നത്. പ്രധാനപ്പെട്ട പാതയുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ സത്വര നടപടിയുണ്ടാകണമെന്ന് SDPI ആവശ്യപ്പെട്ടു. ഭരണാധികാരികളുടെ കണ്ണു തുറക്കും വരെ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ പറഞ്ഞു. മുനിസിപ്പൽ സെക്രട്ടറി സക്കീർ കല്ലിങ്ങൽ മുഖ്യപ്രഭാഷണം നടത്തി. പ്രസിഡന്റ് ഫൈസൽ ആലഞ്ചേരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം മജീദ് ഷൊർണൂർ, മണ്ഡലം വൈസ് പ്രസിഡന്റ് TM മുസ്തഫ, ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ഷൊർണൂർ, സെക്രട്ടറി മുസ്തഫ കുളപ്പുള്ളി, കൗൺസിലർ ഹസീന അഷറഫ്, മുനിസിപ്പൽ ജോയിന്റ് സെക്രട്ടറി M യാസിർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ഷൊർണൂർ പാലം വരെയുള്ള റോഡിന്റെ പണി തുടങ്ങി വച്ചിട്ട് ഇതുവരെ അത് പൂർത്തീകരിക്കാൻ പോലും കഴിയാത്ത ഒരു ഗവൺമെൻറ്റാണ് നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 3 മഴക്കാലങ്ങൾ കഴിഞ്ഞിട്ടും ഈ റോഡിൻ്റെ പണി പൂർത്തീകരിക്കാത്തതുകൊണ്ട് നിരവധി അപകടങ്ങളാണ് ഈ റോഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ടിലായി മുള്ളൂർക്കര പഞ്ചായത്തിലെ 13-ാം വാർഡിൽ ഉൾപ്പെടുന്ന പട്ടംമാർക്കുണ്ട് ഹൈസ്കൂൾ റോഡ്. ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ നിരവധി തവണ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയായില്ല. മുള്ളൂർക്കര NSS ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുന്ന മിക്കവാറും വിദ്യാർത്ഥികളും ഈ വഴിയെയാണ് ആശ്രയിക്കുന്നത്. മഴ പെയ്താൽ ഇതിലൂടെയുള്ള യാത്ര വിദ്യാർത്ഥികൾക്കും പ്രദേശവാസികൾക്കും ഒരുപോലെ ദുഷ്കരമാണ്. കനത്ത മഴയുള്ള സമയമാണെങ്കിൽ ഇതുവഴി എത്തിയാൽ കുട ചൂടിയാൽ പോലും ശരീരമാസകലം നനഞ്ഞു വേണം വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെത്താൻ. പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ നിരവധി തവണ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിരുന്നെങ്കിലും നടപടിയായില്ല. ഒരാളെ സ്കൂളിലേക്ക് വരുമ്പോൾ വെള്ളക്കെട്ട് കാരണം സ്കൂളിലേക്ക് നേരം വൈകുക, മേത്താകെ ചെളിയാവുക, ആകെ ബുദ്ധിമുട്ടാണ് ഈ വെള്ളക്കെട്ട് കാരണം. അധികൃതർ ഇതിന് വേണ്ട നടപടി ഉടനെ എടുക്കേണ്ടതാണ്. വിദ്യാർത്ഥികളുടെയും പ്രദേശവാസികളുടെയും ദുരവസ്ഥ മനസ്സിലാക്കിയ പരിസരവാസിയായ AM അഹമ്മദ് വെള്ളക്കെട്ട് നിറഞ്ഞ റോഡിനു പകരം തന്റെ വഴിയിലൂടെ കടന്നുപോകാനുള്ള സൗകര്യം ഒരുക്കി നൽകിയതോടെയാണ് താൽക്കാലിക ആശ്വാസമായത്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പൊതുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ടു പോകുമെന്ന് നാട്ടുകാരായ AM അഹമ്മദ്, PM രാജൻ, T ശങ്കരനാരായണൻ തുടങ്ങിയവർ പറഞ്ഞു. ഇവിടെ ഇത് ഞങ്ങൾ 1, 2, 3 വർഷമായിട്ടുള്ള തുടർച്ചയായി ഓരോ മഴക്കാലം വരുമ്പോൾ ഞങ്ങൾ പഞ്ചായത്തിന് പരാതി കൊടുക്കുക. യാതൊരു നടപടികളും അവർ സ്വീകരിക്കുന്നില്ല. ഈ വെള്ളക്കെട്ട് മൂലം ഇത് ഹൈസ്കൂളിലേക്കുള്ള വഴി കൂടിയാണ്.
ഇതിൽ ഒരുപാട് യാത്രക്കാരും അതുപോലെ ഹൈസ്കൂളിലേക്കുള്ള വിദ്യാർത്ഥിനികൾ മുഴുവൻ ഇതിലാണ് യാത്ര ചെയ്യുന്നത്. വളരെ ദുരിതം അനുഭവിച്ചുകൊണ്ടാണ് അവർ ഇത് കൂടെ പോകുന്നത്. ഇത് എത്ര തന്നെ പറഞ്ഞാലും പഞ്ചായത്ത് മെമ്പർ 13ാം വാർഡിലെ സാദിയ അമീറിൻ്റെ വാർഡാണ്. പക്ഷെ അവരോട് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടും അവർക്ക് യാതൊരുവിധ കൂസലും ഇല്ല, ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നില്ല. മനസ്സിലായി, അത്ര കണ്ട് ഇതാണ് അവർക്ക്. അത്രയും ധാർഷ്ട്യത്തോടു കൂടിയാണ് അവർ സംസാരിക്കുന്നത്. നമ്മൾ അവരോട് സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ മുഖം പോലും അവർ തരുന്നില്ല. മനസ്സിലായി, അത് കൂടെ നമ്മൾ രണ്ടുവാക്കാൻ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോ മാതിരി എന്നാണ് അവർ തിരിച്ചു ചോദിക്കുന്നത്. ഞാനിതിപ്പോൾ എൻ്റെ ഈ വളപ്പിൽ കൂടെ ഞാൻ ആളുകൾക്ക് സൗകര്യം ചെയ്യാൻ വേണ്ടി ഞാൻ പുല്ല് വെട്ടി കൊടുത്തിരിക്കുകയാണ്. ആൾക്കാർ മുഴുവൻ ഈ വളപ്പിൽ കൂടെയാണ് ഇപ്പോൾ പോകുന്നത്. മനസ്സിലായിട്ട് അതുകൂടി ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൽ നടക്കാൻ ഇതിപ്പോൾ മഴ കൊല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇത്ര വെള്ളം. മഴ പെയ്ത് കഴിഞ്ഞാൽ മുട്ടിനൊപ്പം വെള്ളമാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇനിയെങ്കിലും ഒരു നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഞങ്ങളിവിടെ വാഴ വെക്കുക അല്ലെങ്കിൽ ഇത് കൃഷി ചെയ്യേണ്ട സ്ഥലമാരി ആക്കി മാറ്റേണ്ടി വരും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്തിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടാവണം എന്നുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കാലവർഷം ശക്തമായതോടെ പെരിങ്ങോട്ടുകുറിശ്ശിയിലെ കാർഷിക മേഖല പൂർണ്ണമായും വെള്ളത്തിലായി. പെരിങ്ങോട്ടുകുറിശ്ശി മേഖലയിലെ വിവിധ പാടശേഖരങ്ങളിലാണ് നടിയിൽ കഴിഞ്ഞും വെള്ളം നിറഞ്ഞു നിൽക്കുന്നത്. തുടർച്ചയായി 2 ദിവസം കൂടി വെള്ളം നിന്നാൽ ഞാറ് നശിക്കുമെന്നാണ് കർഷകർ പറയുന്നത്. കവളപ്പാറ ആര്യങ്കാവ് പടിഞ്ഞാറേ നടയിലെ മുത്തശ്ശിമാവ് കടപുഴകി വീണു. ആളപായമോ കാര്യമായ നാശനഷ്ടങ്ങളോ സംഭവിച്ചിട്ടില്ല. വെള്ളിയാഴ്ച രാത്രി 10:45ഓടെയാണ് 400 വർഷത്തിലേറെ പഴക്കം കണക്കാക്കുന്ന കൂറ്റൻ മാവ് നിലംപൊത്തിയത്. ഇലക്ട്രിക് ലൈനിന് മുകളിലൂടെയാണ് മരം വീണത്. ഷൊർണൂർ നഗരസഭാ പ്രദേശത്തെയും വാണിയംകുളം പഞ്ചായത്തിലെയും ചില ഭാഗങ്ങളിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. ശനിയാഴ്ച ഉച്ചയോടെയാണ് മാവ് വെട്ടിനീക്കി വൈദ്യുതി ബന്ധം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിച്ചത്. മറ്റ് കാര്യമായ നാശനഷ്ടങ്ങളോ ആളപായമോ ഇല്ല. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മങ്കര ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി ഗ്രാമസഭ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. എനിക്കിങ്ങനെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അവരെമാതിരി ആകാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു തോന്നൽ ആരും ഉണ്ടാക്കരുത്. നമ്മൾ അവരിൽ ഉണ്ടാക്കരുത്. അത് ഉണ്ടാക്കാതിരിക്കണമെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരും നമ്മളോടൊപ്പം നമ്മുടെ സഹോദരിമാരാണ്, നമ്മുടെ സഹോദരന്മാരാണ്. നേരത്തെ സൂപ്പർവൈസർ ഇവിടെ പറഞ്ഞതുപോലെ ഈ ലോകത്ത് ദൈവം അനുഗ്രഹിച്ചു തന്ന വെള്ളവും വെളിച്ചവും ആർക്കും കൂടി അവകാശപ്പെട്ടതാണ്, എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. മങ്കര ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷിക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്താനായിരുന്നു ഗ്രാമസഭ വിളിച്ചു ചേർത്തത്. യോഗത്തിൽ വൈസ് പ്രസിഡന്റ് A. മല്ലിക അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KV രാമചന്ദ്രൻ, EP സുരേഷ്, ICDS സൂപ്പർവൈസർ റസീല തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ നസ്യ ശില്പശാല സംഘടിപ്പിച്ചു. ശില്പശാല സ്ഥാപന മേധാവി ഡോക്ടർ D. സുധാകർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന തലത്തിലുള്ള ആയുർവേദ ഡോക്ടർമാർക്കായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ശില്പശാലയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സുദേശ് N. ഗൈതാനി അധ്യക്ഷനായി. ആയുർവേദ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ VC ദീപ് ആമുഖ പ്രഭാഷണം നടത്തി. ബയോകെമിസ്ട്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ N. തമിഴ്ശെൽവം, ഡോക്ടർ ഇന്ദു, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷിയോ പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 70ഓളം ആയുർവേദ ഡോക്ടർമാർ ശില്പശാലയിൽ പങ്കെടുത്തു. തൃപ്പൂണിത്തറ സർക്കാർ ആയുർവേദ കോളേജിലെ റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ സരസ നാസാപാനത്തെക്കുറിച്ച് പ്രായോഗിക പരിശീലനത്തിലൂടെ വിശദീകരിച്ചു. ശില്പശാലയിൽ നസ്യത്തിന്റെ വിവിധ തലങ്ങളെക്കുറിച്ചും ശരിയായ സസ്യത്തിന്റെ രീതിയെക്കുറിച്ചും ഡോക്ടർ ദേവിയാർ നായരും ചൂർണങ്ങൾ ഉപയോഗിച്ചുള്ള നസ്യപ്രയോഗത്തെക്കുറിച്ച് ആയുർവേദ റിസർച്ച് ഓഫീസർ ഡോക്ടർ അശ്വിനിയും നസ്യത്തിന് ഉപയോഗിക്കുന്ന വിവിധ സ്വരസങ്ങളെക്കുറിച്ച് ആയുർവേദ റിസർച്ച് ഓഫീസർ കൃഷ്ണകുമാറും ക്ലാസുകൾ നയിച്ചു. ശില്പശാലയുടെ സമാപന ചടങ്ങ് നാഷണൽ ആയുഷ് മിഷൻ കേരളയുടെ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഡോക്ടർ D. സജിത് ബാബു IAS ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. നടി മീര നന്ദൻ വിവാഹിതയായി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ചായിരുന്നു വിവാഹം. ലണ്ടനിൽ അക്കൗണ്ടന്റായ ശ്രീജുവാണ് ഇന്ന് പുലർച്ചെ മീരയ്ക്ക് താലി ചാർത്തിയത്. താലികെട്ടിന്റെയും സിന്ദൂരം ചാർത്തുന്നതിന്റെയും ചിത്രങ്ങൾ മീര ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തു. വിവാഹത്തിന് മുന്നോടിയായുള്ള ഹൽദി, മെഹന്തി, സംഗീത പരിപാടികളുടെ ദൃശ്യങ്ങൾ മീര നേരത്തെ പങ്കുവച്ചിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 13-നായിരുന്നു താരത്തിന്റെ വിവാഹ നിശ്ചയം. മൂസക്കുട്ടി മാഷ് വാക്കുപാലിച്ചു. 1000 പേർക്ക് സ്നേഹവിരുന്നൊരുക്കി മൂസക്കുട്ടി മാസ്റ്റർ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ VK ശ്രീകണ്ഠൻ വിജയിച്ചാൽ 1000 പേർക്ക് ഉച്ചഭക്ഷണം നൽകുമെന്ന് കല്ലൂർ അരങ്ങാട് സ്വദേശിയും റിട്ടയർഡ് അധ്യാപകനുമായ മൂസക്കുട്ടി മാസ്റ്റർ വാക്കു നൽകിയിരുന്നു. തിരഞ്ഞെടുപ്പിൽ VK ശ്രീകണ്ഠൻ നേടിയതോടെയാണ് മൂസക്കുട്ടി മാസ്റ്റർ സ്നേഹവിരുന്നൊരുക്കിയത്. സ്നേഹവിരുന്ന് VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. ഈ പ്രദേശത്തുള്ള വോട്ടർമാർക്ക് ബിരിയാണി വെച്ച് വിളമ്പും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് 2010 പാലിച്ചു.
ഇത് 2024 ഈ ത്രികോണ മത്സരം ശക്തമായിരുന്നു. ആ മത്സരത്തിൽ നമ്മുടെ ശ്രീകണ്ഠൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്ത് വരുമെന്നാണ് ജനങ്ങളും അതുപോലെ ചില ചാനലുകളും പറഞ്ഞത്. സ്ത്രീകളും കുട്ടികളും പ്രവർത്തകരുമടക്കം സ്നേഹവിരുന്നിൽ പങ്കാളിയായി. പരിസ്ഥിതി പ്രവർത്തകൻ KK റഹ്മാൻ മൂസക്കുട്ടി മാസ്റ്ററെ പൊന്നാടി അണിയിച്ചു. KK അലി, KK മുഹമ്മദ്, KK റഹ്മാൻ, വാർഡംഗം MV രമേശ്, AA നാസർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ചടങ്ങിൽ വാർഡംഗം MV രമേശ് അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനയൻ മാസ്റ്റർ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അച്യുതൻകുട്ടി, കല്ലൂർ ബാലൻ, മൂസക്കുട്ടി മാസ്റ്റർ, KK അലി, PK രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്നേഹവിരുന്നിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിച്ചാണ് VK ശ്രീകണ്ഠൻ MP മടങ്ങിയത്. പാർട്ടി അംഗോ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടി പ്രവർത്തകനല്ല, ഒരു അനുഭാവി മാത്രമായ ഒരു വ്യക്തി 1000-ലധികം പേർക്ക് ബിരിയാണി കൊടുക്കുക എന്ന് വെച്ചാൽ കേരളത്തിൽ ആരും ചെയ്യാത്ത ഒരു കാര്യമാണ് നമ്മുടെ മൂസക്കുട്ടി മാസ്റ്റർ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ സേവന കാലഘട്ടം മുഴുവൻ മറ്റുള്ളവർക്ക് നന്മയ്ക്ക് വേണ്ടി, പുതിയ തലമുറയ്ക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ആളാണ്. റിട്ടയർ ചെയ്തിട്ട് വിശ്രമിക്കുന്ന ആളല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. മൂസക്കുട്ടി മാസ്റ്ററെ MP ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ വെച്ച് VK ശ്രീകണ്ഠൻ MPയെയും പൊന്നാടി അണിയിച്ച് ആദരിച്ചു. പ്രദേശവാസികളായ റഫീന, ബി പാത്തുമ്മ, കോമളം എന്നിവരാണ് ഭക്ഷണ പാചക വിതരണത്തിന് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി, മച്ചാട്, വനം റേഞ്ചുകളിൽ നായാട്ടു സംഘങ്ങളുടെ വിളയാട്ടമെന്ന് പരാതി. ഈ പ്രദേശങ്ങളിൽ സ്ഫോടക വസ്തു കടിച്ച് കാട്ടുപന്നികൾ തല തകർന്നു ചാകുന്നത് ഇപ്പോൾ പതിവാണ്. ജൂൺ ആദ്യവാരം മുണ്ടത്തിക്കോടും കഴിഞ്ഞ ദിവസം വാഴക്കോട് പ്രദേശത്തുമാണ് സ്ഫോടക വസ്തു കടിച്ച് തല തകർന്ന് കാട്ടുപന്നികൾ ചത്തത്. ജനവാസ മേഖലയോട് ചേർന്നാണ് ഇത്തരത്തിൽ പന്നികൾ ചാവുന്നത്. അതുകൊണ്ട് തന്നെ സംഭവത്തെ പ്രദേശവാസികൾ ഭീതിയോടെയാണ് നോക്കിക്കാണുന്നത്. കാട്ടുപന്നികൾ പ്രദേശത്ത് വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നുണ്ടെങ്കിലും അവയെ നശിപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് അധികാരമുള്ളത്. പന്നിശല്യത്തിൻ്റെ മറവിൽ സ്ഫോടക വസ്തുക്കൾ വെച്ച് കാട്ടുപന്നികളെ കൊല്ലുന്നതിന് പിന്നിൽ അനധികൃത മാംസക്കച്ചവടക്കാരാണെന്ന് ആരോപണമുയർന്നിട്ടുണ്ട്. സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള മൃഗവേട്ട തുടർക്കഥയായതോടെ വനം വകുപ്പ് പോലീസിൽ പരാതിയും നൽകി. ഇതോടെ ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെ വാഴക്കോട് മേഖലയിലെത്തി പരിശോധനയും നടത്തിയിരുന്നു. കഴിഞ്ഞ വർഷം പന്നിക്ക് വെച്ച വൈദ്യുതി കണിയിൽ തട്ടി കാട്ടാന ചരിഞ്ഞതും ഇതേ മേഖലയിലാണ്. കാട്ടുപന്നികളെ സർക്കാർ ഇടപെട്ട് നിയന്ത്രിക്കണമെന്നും മൃഗവേട്ടക്കാരെ പിടികൂടണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കവളപ്പാറ ആര്യങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം ഭക്തിസാന്ദ്രം. പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിശേഷ പൂജകൾ നടന്നു. രാവിലെ 10:30 പ്രസാദഊട്ട് ആരംഭിച്ചു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കോട്ടായി വറോഡ് NSS കരയോഗവും സേവാഭാരതി കോട്ടായി യൂണിറ്റും സംയുക്തമായി നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പാലക്കാട് ട്രിനിറ്റി കണ്ണാശുപത്രിയാണ് നേത്രപരിശോധനാ ക്യാമ്പിന് നേതൃത്വം നൽകിയത്. വറോഡ് കരയോഗം മന്ദിര ഹാളിൽ നടന്ന നേത്രപരിശോധനാ ക്യാമ്പിൽ കരയോഗം സെക്രട്ടറി KN ബാലസുബ്രഹ്മണ്യൻ മാസ്റ്റർ അധ്യക്ഷനായി. A ശ്രീകുമാരൻ നായർ, KP കൃഷ്ണകുമാർ, MV മോഹനൻ, V രാജശേഖരൻ, സേവാഭാരതി കോട്ടായി യൂണിറ്റ് ഭാരവാഹി K മാധവേശ്വരൻ, പാലക്കാട് ട്രിനിറ്റി കണ്ണാശുപത്രി പബ്ലിക് റിലേഷൻ ഓഫീസർ ശ്രീജേഷ്, ഡോക്ടർ ആര്യ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി രോഗികൾ ക്യാമ്പിൽ പരിശോധനയ്ക്കെത്തി. ഒരു എല്ല് പൊട്ടി ഒരുവൻ ഒരു കിടപ്പിലായാൽ അവന് എന്തെല്ലാം അവന്റെ അവയവങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവന് ആ മരിച്ചതിന് തുല്യമാണ്. അതുപോലെ തന്നെ അവന്റെ ത്വക്ക്, അതുപോലെയാണ് അവന്റെ കണ്ണ്. മറ്റെല്ലാറ്റിനും ശത്രുക്കളുണ്ടാകുമ്പോൾ ഇത് മാത്രം സംരക്ഷിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. സംരക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഇതുപോലെയുള്ള ഹോസ്പിറ്റലുകൾ പാലക്കാട്ടിലെ ആദ്യമായിട്ട് അവർക്ക് ഒരു ചെറിയ ഹോസ്പിറ്റൽ ആരംഭിച്ചു, പിന്നെ അത് വിപുലീകരിച്ചു. ഇപ്പൊ മണലയിൽ അതിനേക്കാൾ. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഹ്യൂമാനിറ്റേറിയൻ പദ്ധതികളുടെ ഭാഗമായി ആമയൂർ സൗത്ത് AUP സ്കൂളിൽ ശബ്ദ സംവിധാനമൊരുക്കി നൽകി പട്ടാമ്പി ലയൺസ് ക്ലബ്ബ്. ശബ്ദ സജ്ജീകരണ പ്രവർത്തനങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം കൊപ്പം ഗ്രാമപഞ്ചായത്ത് അംഗം TV വത്സല നിർവഹിച്ചു. പട്ടാമ്പിയുടെ വിവിധ ഭാഗങ്ങളിലുള്ള സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഹ്യൂമാനിറ്റേറിയൻ പദ്ധതിയിലൂടെയാണ് ആമയൂർ സൗത്ത് AUP സ്കൂളിലേക്ക് പട്ടാമ്പി ലയൺസ് ക്ലബ്ബ് ശബ്ദ സംവിധാനം ഒരുക്കി നൽകിയത്. വിദ്യാലയങ്ങളാണ് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി പുതിയ തലമുറയെ വാർത്തെടുക്കുന്ന നമ്മുടെ പ്രക്രിയയിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നത്.
വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, അത് ഗവൺമെന്റ് ആയിക്കോട്ടെ, ഗവൺമെന്റ് ഇതര സ്കൂളുകളായിക്കോട്ടെ, അവിടെ മറ്റ് മാനദണ്ഡങ്ങളൊന്നും നോക്കാതെ തന്നെ ആവശ്യങ്ങൾ അനുസരിച്ച് പരിഗണിച്ച് ചെയ്യുവാൻ പട്ടാമ്പി ലയൺസ് ക്ലബ് തീരുമാനിക്കുകയും നമ്മുടെ പട്ടാമ്പിയുടെ വിവിധ ഭാഗങ്ങളിൽ ഓരോ സ്കൂളുകളിലും ചെയ്യാൻ കഴിയാവുന്ന രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ, അത് വാട്ടർ പ്യൂരിഫയർ ആയിക്കോട്ടെ, കുട്ടികളുടെ വാർത്താശീലം വളർത്തിയെടുക്കാനുള്ള പത്രങ്ങളായിക്കോട്ടെ, ഇതുപോലെ സ്പീക്കറുകളായിക്കോട്ടെ, അങ്ങനെ ലയൺസ് ക്ലബിന് കഴിയാവുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. പരിപാടിയിൽ PTA പ്രസിഡന്റ് യൂനസ് അധ്യക്ഷനായി. പട്ടാമ്പി ലയൺസ് ക്ലബ് പ്രസിഡന്റ് K മനോജ് മുഖ്യാതിഥിയായി. സ്കൂൾ പ്രധാനാധ്യാപിക അനോജ, രക്ഷാധികാരി വിജയൻ, സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൾ സമദ്, പട്ടാമ്പി ലയൺസ് ക്ലബ് ഭാരവാഹികളായ വിനോദ്, ജയകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വിമുക്തിയുടെ ഭാഗമായി കൂനത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പാലക്കാട് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PK സൽമാൻ പ്രസാലി മുഖ്യാതിഥിയായിരുന്നു. ബോധവൽക്കരണത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. ചെറുതുരുത്തി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. വിജയോത്സവം പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇതിന്റെ പുറകിൽ മാറ്റങ്ങളിൽ നിന്ന് വാർത്ത കിട്ടാൻ വേണ്ടിയല്ല കേരളം ഇങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. നാളത്തെ തലമുറ അവർ സ്വസ്ഥമായിരുന്നു നല്ല ആളുകളിൽ പഠിക്കണം. ആ പഠനത്തിന് ഒരു ജനകീയ പിന്തുണ കൊടുക്കണം. കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിട്ട് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പഠിച്ച് പിന്നെ സ്കൂളിൽ വന്ന് പഠിച്ച് അങ്ങനെ പരസ്പര പോലല്ല, ഒരു നാട് മുഴുവൻ പിന്തുണ കൊടുത്തുകൊണ്ട് അവരെ നല്ല പിന്തുണ കൊടുത്തുകൊണ്ട് പഠിപ്പിക്കണം. പരിപാടിയിൽ SSLC +2 NMMS പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി ആദരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ M പ്രീതി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ PTA പ്രസിഡന്റ് MM മുഹമ്മദ് ഹനീഫ അധ്യക്ഷനായി. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ മുഖ്യ അതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P നിർമ്മലാദേവി, പഴയന്നൂർ ബ്ലോക്ക് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ M സുചിത്ര, ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ PA യൂസഫ്, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KR ഗിരീഷ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M നൌഫൽ, ഗ്രാമപഞ്ചായത്ത് അംഗം താജുന്നീസ, SMC ചെയർമാൻ സുബിൻ ചെറുതുരുത്തി, മാതൃസംഗമം പ്രസിഡന്റ് KK സുജിത, ഡെപ്യൂട്ടി ഹെഡ് മിസ്ട്രസ് കൃപാകൃഷ്ണൻ, ഹയർ സെക്കൻഡറി സ്റ്റാഫ് സെക്രട്ടറി ജോസ് ജെയിംസ്, ഹൈസ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി അനസ് ബാബു തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. സ്കൂളിൽ നിന്നും വിരമിച്ച അധ്യാപകരായ രാജേശ്വരി, ശ്യാമള, ഉഷാദേവി എന്നിവരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കോങ്ങാട് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ 2024-25 വർഷ ഇൻസ്റ്റലേഷൻ ചടങ്ങ് നടന്നു. പരിപാടി ലയൺസ് ക്ലബ്ബ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് K വാര്യർ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ CK സുകുമാരൻ മാസ്റ്റർ അധ്യക്ഷനായി. ലതാ സുകുമാരൻ പ്രാർത്ഥന ചൊല്ലിയ ചടങ്ങിൽ തിമില വിദ്വാൻ കോങ്ങാട് മധു, പ്രശസ്ത ഹാർമോണിസ്റ്റ് പ്രകാശ് ഉള്ളിയേരി, കോങ്ങാട് സംഗീത നാദാലയം പ്രിൻസിപ്പൽ ഗോപി നാദലയ, മെഡിക്കൽ ബിരുദധാരികളായ അരുൺ രാധാകൃഷ്ണൻ, ആതിര രാധാകൃഷ്ണൻ, പൂതന്നൂർ സുരഭി ലക്ഷ്മണൻ, ഏഷ്യൻ സോഫ്റ്റ് ബേസ്ബോൾ ജേതാവ് സൂര്യ സുകുമാരൻ, TR ആദിത് എന്നിവരെയും SSLC +2 ഡിഗ്രി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. തുടർന്ന് നിർധനരായ കുടുംബങ്ങൾക്കുള്ള ചികിത്സാ ധനസഹായങ്ങളും കൈമാറി. ഓണത്തിന് വിഷരഹിത പച്ചക്കറി ഒരുക്കുന്നതിന്റെ ഭാഗമായി ലയൺസ് ക്ലബിലെ മുഴുവൻ വനിതാ അംഗങ്ങൾക്കും ഗ്രോ ബാഗും പച്ചക്കറി വിത്തുകളും കൈമാറി. പ്രജോത്, ഉഷ സുധാകരൻ, ദേവദാസ്, CR കണ്ണൻ, ഗോപകുമാർ, K രാജൻ, അനിൽ S നായർ, രമ്യ പ്രമോദ്, സുജാത ഹരിദാസ്, സരസ്വതി ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളുമുണ്ടായി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ചടങ്ങിലേക്ക് ഗവർണറെ സ്വീകരിച്ചാനയിച്ചത്. ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളായി ദേവദാസിനെ പ്രസിഡന്റായും CR കണ്ണൻ, K രാജൻ എന്നിവരെ സെക്രട്ടറിമാരായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അനുമോദന സദസ്സ് ജൂൺ 30 ഞായറാഴ്ച നടക്കും. പട്ടാമ്പി ചേംബർ ഹൗസിൽ നടക്കുന്ന പരിപാടിയിൽ 70 കഴിഞ്ഞ വ്യാപാരി അംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങും നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംഘടനയിൽ പ്രവർത്തിക്കുന്നവരുടെ മക്കളിൽ നിന്ന് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയാണ് പരിപാടിയിൽ അനുമോദിക്കുന്നത്. കഴിഞ്ഞ 23 വർഷമായി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സൗജന്യ കണ്ണ് പരിശോധനയും ശസ്ത്രക്രിയയും തുടരുന്നതായും ഇതിനായി 1 കോടിയിലധികം രൂപ ചെലവ് വന്നെന്നും ഭാരവാഹികൾ പറഞ്ഞു. പട്ടാമ്പിയിലെ മാലിന്യ പ്രശ്നം, ട്രാഫിക് പ്രശ്നം, മറ്റ് സന്നദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് പരിഹാരം കാണാനായി ചേംബർ ഓഫ് കൊമേഴ്സും ഒപ്പമുണ്ടാവുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഞായറാഴ്ച നടക്കുന്ന അനുമോദന സദസ്സിനോടനുബന്ധിച്ച് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടക്കുമെന്ന് പ്രസിഡന്റ് KP കമാൽ, ജനറൽ സെക്രട്ടറി KC സുധാകരൻ, ട്രഷറർ G സൈമൺ, വൈസ് പ്രസിഡന്റ് സുബൈർ, PRO ശ്രീനാരായണൻ, ക്യാമ്പ് ചെയർമാൻ വിനോദ്, കൺവീനർ P മുസ്തഫ, യൂത്ത് വിംഗ് പ്രസിഡന്റ് VT അക്ബർ, സെക്രട്ടറി V ഷംസുദ്ദീൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതേപോലെ തന്നെ 70 വയസ്സ് പിന്നിട്ട വ്യാപാരികളെ, ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ അംഗങ്ങളായ വ്യാപാരികളെ ആദരിക്കുന്ന ഒരു ചടങ്ങും കൂടെ ഇതിനോടനുബന്ധിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ഉദ്ദേശം. പിന്നെ പുതിയ ഭാരവാഹികളെ 2024-2026 കാലഘട്ടങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നു. അതിൻ്റെ ഒരു പ്രഖ്യാപനം കൂടെ ഇവിടെ നടത്തുന്നുണ്ട്. നമ്മൾ പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന് പറയുമ്പോൾ വ്യാപാരികളുടെ ആവശ്യങ്ങൾക്ക് അപ്പുറത്ത് നമ്മൾ ഇവിടെ പട്ടാമ്പിയിലെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലെല്ലാം വളരെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്ലാച്ചിമടയിലെ ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് സമരം നടത്തുന്നത് പ്ലാച്ചിമടയിലുള്ളവരല്ലെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. പ്രദേശവാസികൾക്ക് ഗുണം ലഭിക്കുന്ന വിധത്തിലാണ് കോള കമ്പനി സർക്കാരിന് ഭൂമി സൗജന്യമായി നൽകിയതെന്നും മന്ത്രി. വെറുതെ കിട്ടുന്ന സ്ഥലം വേണ്ടെന്ന് പറയാൻ കഴിയില്ല. സ്ഥലത്ത് മറ്റ് പദ്ധതികൾ നടപ്പാക്കി തൊഴിലവസരം സൃഷ്ടിക്കും. നഷ്ടപരിഹാരം സംബന്ധിച്ച കേസ് കോടതി പരിഗണനയിലാണെന്നും സർക്കാർ അതിനെ എതിർത്തിട്ടില്ലെന്നും മന്ത്രി K കൃഷ്ണൻകുട്ടി. സേവന മേഖലകൾ സ്വകാര്യവൽക്കരിക്കുന്നത് വ്യാപക ദുരിതത്തിനിടയാക്കുമെന്ന് മന്ത്രി P പ്രസാദ്. പാലക്കാട്ട് കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ AITUC ജില്ലാ സമ്മേളനം. വൈദ്യുതി മേഖലയിലെ കേന്ദ്ര പരിഷ്കാരങ്ങൾ കാർഷിക വ്യാവസായിക മേഖലകളെ തകർക്കുമെന്നും മന്ത്രി. തൃത്താല മണ്ഡലത്തിൽ ഭൂഗർഭ ജലവിധാനം ഉയർത്തുകയാണ് പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി MB രാജേഷ്. സുസ്ഥിര തൃത്താല പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭൂജല വകുപ്പ് പൂർത്തീകരിച്ച പദ്ധതികൾ നാടിനെ സമർപ്പിച്ചു. മണ്ഡലത്തെ തരിശുരഹിതവും മാലിന്യമുക്തവുമാക്കുന്നതിനൊപ്പം ടൂറിസം വികസനവും സുസ്ഥിര തൃത്താല പദ്ധതി ലക്ഷ്യമിടുന്നുണ്ടെന്ന് മന്ത്രി. ഭരണക്കാർ കോർപ്പറേറ്റ് ഏജന്റുമാരാകുമ്പോൾ വ്യാപാരികളാണ് ഏറ്റവുമേറെ ക്രൂശിക്കപ്പെടുന്നതെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. വ്യാപാരികൾക്ക് വോട്ട് ബാങ്കായി മാറാൻ കഴിയണം. വ്യാപാരികളെ ദ്രോഹിക്കുന്ന സർക്കാരിനെതിരെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മറുപടി നൽകും. കുളപ്പുള്ളിയിൽ KVVS ജില്ലാ തെരഞ്ഞെടുപ്പ് യോഗം. ബാബുക്കോട്ടയിൽ ജില്ലാ പ്രസിഡന്റായി തുടരും. ED നീക്കം രാഷ്ട്രീയ വേട്ടയെന്നാവർത്തിച്ച് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ്. സ്വത്ത് മരവിപ്പിച്ചതായി ഇതുവരെയും അറിയിപ്പ് ലഭിച്ചിട്ടില്ല. ഔദ്യോഗികമായി വിവരം ലഭിച്ചാൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും MM വർഗീസ്. അധ്യാപകരുടെ അവകാശങ്ങൾക്കായി ശബ്ദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ CPM അനുകൂല സംഘടനയായ KSTയെ പിരിച്ചുവിടണമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. ഇടത് സർക്കാർ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തകർത്തു. അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഒരുപോലെ ദ്രോഹിക്കുന്ന സർക്കാരാണിതെന്നും A തങ്കപ്പൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച പാലക്കാട് കളക്ടറേറ്റിലേക്ക് KPSTA നേതൃത്വത്തിൽ അധ്യാപകരുടെ മാർച്ചും ധർണയും. തൃശൂരിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. പിക്കപ്പിൽ കടത്തുകയായിരുന്ന 1750 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. പറവൂർ സ്വദേശികളായ 4 പേർ അറസ്റ്റിൽ. വാളയാറിൽ നിന്ന് എറണാകുളത്തേക്ക് കടത്തുകയായിരുന്ന സ്പിരിറ്റ് പിടിച്ചെടുത്തത് പട്ടിക്കാടിനടുത്ത് ദേശീയപാതയിൽ വച്ച്. ചെറുപ്പുളശ്ശേരിയിൽ ഈബിൾ ജെറ്റ് വ്ളോഗർമാരുടെ വാഹനം കാറുമായി കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. അപകടമുണ്ടായത് പെരിന്തൽമണ്ണ റൂട്ടിലെ ആലിക്കുളത്ത് രാവിലെ 10:30-ഓടെ. ദേശമംഗലം തലശ്ശേരിയിൽ നിയന്ത്രണം വിട്ട കാർ പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന 5ഓളം ഇരുചക്ര വാഹനങ്ങൾ ഇടിച്ചു തകർത്തു.
ആനുകൂല്യ നിഷേധത്തിനെതിരെ ഷൊർണൂർ കൃഷിഭവന് മുന്നിൽ പാടശേഖര സമിതി ഭാരവാഹികളുടെ കുത്തിയിരിപ്പ് സമരം. കൃഷി ഫീൽഡ് ഓഫീസറുടെ നിരുത്തരവാദ നിലപാട് മൂലം ഉഴവുകൂലി 11 മാസം കഴിഞ്ഞിട്ടും ലഭിച്ചില്ലെന്ന് കർഷകർ. സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ വില 5 മാസം പിന്നിട്ടിട്ടും ലഭിക്കാത്തതുമൂലം വിളയിറക്കാൻ പണമില്ലാത്ത ഗതികേടില്ലെന്നും പരാതി. സമരം അവസാനിപ്പിച്ചത് 15 ദിവസത്തിനകം പ്രശ്നപരിഹാരത്തിന് നടപടിയുണ്ടാകുമെന്ന അധികാരികളുടെ ഉറപ്പിനെ തുടർന്ന്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.